അതിനൊരു കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നിയമവശം പിന്നെ അറിഞ്ഞിരിക്കണം. അതെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കുറേ ഗവൺമെൻറ് ലെവലിലാകുമ്പോൾ കുറേ നടപടിക്രമങ്ങളുണ്ടല്ലോ. നമുക്കതെല്ലാം നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്ത് എഴുതുന്ന പോലെ ഒരു കത്തങ്ങ് എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ പിന്നെ കത്ത് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. താമസിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിന് മുമ്പേ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ല, ഇന്നലെ ഉത്തരവ് ഇറങ്ങിയുള്ളൂ. ഇന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ആലോചിച്ചിട്ട് നമുക്കത് കൂടാവുന്നതാണ്. അല്ല, കത്തയക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മന്ത്രിസഭ ഉപസമിതിയുടെ ആവശ്യമില്ലല്ലോ. ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചാണല്ലോ. ക്യാപ്റ്റൻ അബേൻസൻ എന്നുള്ള നിലയിൽ കത്തയക്കണമെന്നുള്ള നിലയിൽ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചതാണല്ലോ. PM ശ്രീ നിയമോപദേശം ഉടനെ തന്നെ കിട്ടും. ഉപസമിതിയായിട്ട് ബന്ധമില്ല. ഉപസമിതി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നമ്മുടെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PM ശ്രീ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. ഉടനെ കിട്ടും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് പിന്നെ പല കുടിശ്ശിക ആയതുകൊണ്ട് അവരുടെയും 1, 2, 3 തവണകളായി റിലീസാക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.